ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സെമസ്റ്ററിലെ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. സോ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും ആണ് കേട്ടോ നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് സ്ട്രാറ്റജി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്താണ് ഒരു ഡെഫിനിഷനാട്ടോ നമ്മൾ പഠിക്കുന്നത്. ആൽഫ്രഡ് ചാൻഡലർ ഡിഫൈൻസ് സ്ട്രാറ്റജി ആസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ബേസിക് ലോങ് ടേം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ എൻ്റർപ്രൈസസ് ആൻഡ് ദ അഡോപ്ഷൻ ഓഫ് കോഴ്സസ് ഓഫ് ആക്ഷൻ ആൻഡ് ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് നെസസറി ഫോർ ക്യാരിയിങ് ഔട്ട് ദിസ് ഗോൾസ്. എന്താണ് പറയുന്നത്? അതായത് ഇതിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട 3 പോയിൻ്റ് പറഞ്ഞുതരാം. ഒന്ന് ഡിറ്റർമിനേഷൻ ഓഫ് ലോങ് ടൈം ഗോൾസ്, 2 കോഴ്സ് ഓഫ് ആക്ഷൻ, 3 അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇതാണ് ഈ ഡെഫിനിഷനിൽ ഇമ്പോർട്ടൻസ്. അതെന്താണ് പറയുന്നത്? ഒരു എൻ്റർപ്രൈസസിലെ ലോങ് ടൈം ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സ് വെച്ചിട്ട് ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഴ്സിനെ പറയുന്ന നെയിമാണ് സ്ട്രാറ്റജി. ഓക്കെ, ഇതിൻ്റെ നേച്ചർ ആൻഡ് ഫ്യൂച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട്. അത് 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ജസ്റ്റ് നോക്കി പഠിക്കുക. ദെൻ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടാക്ടിക്സ്. എന്താണ് ടാക്ടിക്സ്? അതായത് ടാക്ടിക്സ് ഈസ് ദ മീൻസ് ബൈ വിച്ച് പ്രീവിയസ്ലി ഡിറ്റർമൈൻഡ് പ്ലാൻസ് ആർ എക്സിക്യൂട്ടഡ്. ഇപ്പോൾ ടാക്ടിക്സ് മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് എക്സിക്യൂട്ടീവ് ചെയ്തു വെച്ചിരിക്കുന്ന പ്ലാൻ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാക്ടിക്സ് എന്ന് പറയുന്നത്. അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. 8 മാർക്കിന് ബി പാർട്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. എന്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? റിലേറ്റഡ് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. നമ്മളെപ്പോഴും ഇതിൻ്റെ ഓരോ പോയിൻ്റ് വീതം പഠിച്ചിരിക്കുക. അപ്പം നമുക്ക് സെൻറ്റൻസ് ബാക്കി എഴുതാൻ പറ്റും. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ, ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ. അതായത് സ്ട്രാറ്റജി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ടാക്ടിക്സ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ദെൻ സ്ട്രാറ്റജി ഫോക്കസ് ഓൺ ലോങ് ടൈം. അതായത് സ്ട്രാറ്റജി ഒരു ലോങ് ടൈം പർപ്പസസിന് വേണ്ടിയിട്ടായിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ടാക്ടിക്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആയിരിക്കും. ദെൻ ഡിസിഷൻസ് ആർ അൺസേർട്ടൺ ആയിരിക്കും. സ്ട്രാറ്റജിയുടെ ഡിസിഷൻ അൺസേർട്ടൺ ആയിരിക്കും, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡിസിഷൻസ് ആർ സെർട്ടൺ ടാക്ടിക്സിൻ്റെ. അതായത് ഓൾറെഡി ഡിസിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ എഫക്റ്റ് വേരിയസ് പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ. അതായത് സ്ട്രാറ്റജി ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ പാർട്ടിനെയും എഫക്റ്റ് ചെയ്യും. ദെൻ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സ്പെസിഫിക് പാർട്ടിൽ മാത്രമാണ് ടാക്ടിക്സ് എഫക്റ്റ് ചെയ്യത്തുള്ളൂ. ദെൻ സ്ട്രാറ്റജിക് ഡിസിഷൻ ദാറ്റ് മാനേജേഴ്സ് നീഡ് മോർ ഡീറ്റെയിൽഡ് അനലൈസ്ഡ് ഇൻഫർമേഷൻ. അതായത് സ്ട്രാറ്റജിക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അവർ മാനേജേഴ്സിന് അതിനെക്കുറിച്ചുള്ളൊരു ഡീപ്പായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം, ഡീറ്റെയിൽ ആയിട്ടുള്ളത്. പക്ഷേ ടാക്ടിക്സിന് അങ്ങനെയല്ല. ഡിസിഷൻ ഈസ് ദ ഇൻഫർമേഷൻ ജനറേറ്റ് വിത്തിൻ ദ ഓർഗനൈസേഷനിൽ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന അത്രേ ഉണ്ടാവുള്ളൂ. സ്ട്രാറ്റജി ഈസ് ഓറിയൻറ്റഡ് ടുവേർഡ് എൻഡ്സ് ആസ് വെൽ ആസ് മീൻസ്. Tactics are concerned with the selection of means. Then strategies are formulated cooperative point. Tactics a functional point. Strategy involves small number of people. Tactics involve large number of people. Then strategy is original in nature. Tactics follow strategy. അപ്പോൾ ഇത് മസ്റ്റായിട്ടും പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ലെവൽ ഓഫ് സ്ട്രാറ്റജി നമുക്ക് എസ്എ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഡിസിഷൻ ആൻഡ് ആക്ഷൻ റിസൾട്ടിങ് ഇൻ ഫോർമേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ഡിസൈൻ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്ട്രാറ്റജി എല്ലാം കൂടെ ആ ഡിസിഷൻസ് ആക്ഷൻസിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വിലയിരുത്തുക തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നേച്ചർ ആൻഡ് ഫ്യൂച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അതൊരു എസ്എ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ തന്നെ ഫങ്ഷൻസ്, ബെനഫിറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ലിമിറ്റേഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുക. ദെൻ ഇതിലെ ഇമ്പോർട്ടൻ്റ് എസ്എ ക്വസ്റ്റ്യനാണ് എലമെൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്.
അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. അത് എസ്സേ ക്വസ്റ്റ്യനാണ്. ദെൻ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്താണ്, അത് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. 8 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്, SBU, വാട്ട് ഈസ് SBU, എന്താണ് SBU ഡിനോട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ചോദിക്കും. SBU മീൻസ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. നെക്സ്റ്റ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ദ 7 എലമെൻറ്റ്സ്. അത് പഠിച്ചിരിക്കാൻ എളുപ്പമാണ്, കാരണം അതിനെ 7S മോഡൽ എന്നാണ് വിളിക്കുന്നത്. 7S മോഡൽ എന്തൊക്കെയാണ് 7S? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, ഷെയർഡ് വാല്യൂ, സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കാം. ദെൻ മെറിറ്റ് ഓഫ് 7S ഫ്രെയിംവർക്ക് ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്, പഠിക്കുക. ദെൻ എന്താണ് കോർപ്പറേറ്റീവ് പോളിസി, അത് ചെറിയൊരു ഡെഫിനേഷനുണ്ട്, അത് പഠിച്ചാൽ മതി. കോർപ്പറേറ്റീവ് പോളിസി ഇസ് ദ ഗൈഡ് ലൈൻ വിച്ച് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ടു ക്യാരി ഔട്ട് ദ ആക്ടിവിറ്റീസ് ഇൻ ആൻ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് മാനർ സോ ദാറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ മെറ്റ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എഫിഷ്യൻ്റായിട്ടത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോളിസിയാണ് കോർപ്പറേറ്റീവ് പോളിസി. ദെൻ എന്താണ് കോർപ്പറേറ്റീവ് പ്ലാനിങ് ആൻഡ് പ്രോസസ് ഓഫ് കോർപ്പറേറ്റീവ് പ്ലാനിങ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് 6 പോയിൻ്റ് ഉണ്ട്, അത് പഠിക്കാം. അതുതന്നെ അതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ് ഡിഫൈൻ സ്ട്രാറ്റജി, എന്താണ് ടാക്ടിക്സ്, എന്താണ് കോർപ്പറേറ്റീവ് സ്ട്രാറ്റജി, എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, എന്താണ് SBU. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എസ്സേ ക്വസ്റ്റ്യൻ വരുന്നതാണ് എന്താണ് ഗുഡ് സ്ട്രാറ്റജി, ബെനഫിറ്റ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആൻഡ് ഫ്യൂച്ചേഴ്സ് എന്താണ്. ദെൻ വാട്ട് ഈസ് SBU ഇമ്പോർട്ടൻ്റ് പോർഷൻ ആട്ടോ ഇതിൽ. അത് 2 മാർക്കിലും വരും, B പാർട്ടിലും വരും, C പാർട്ടിലും വരും. ദെൻ ലിമിറ്റേഷൻ, ഡിഫറൻസ്, മെറിറ്റ്, ഡീമെറിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ട്. പിന്നെ മെറിറ്റ്സ് ഓഫ് 7S ഫ്രെയിംവർക്ക്. ഈ 7S എന്നുള്ളത് 8 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യനോ വരാൻ സാധ്യതയുണ്ട്. സാധ്യത എന്നല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ മറക്കാതെ ഈ ഇതിൽ പഠിക്കേണ്ടത് SBUവും പഠിക്കണം, 7S ഫ്രെയിംവർക്കും പഠിക്കണം, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും പഠിക്കണം. ഇത് 3 പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ജയിക്കാനുള്ള പോർഷൻസ് കവർ ചെയ്യാം. ദെൻ എസ്സേ ക്വസ്റ്റ്യനാണ് സ്ട്രാറ്റജിക്കിൻ്റെ പ്രോസസ്സും ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും ആൻഡ് 7S മോഡൽ. കണ്ട് ഈ 7S മോഡൽ നമുക്ക് 3 പാർട്ടിലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് മൊഡ്യൂളാണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. എന്താണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്? അക്കോർഡിംഗ് ടു വീലർ, ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ തിങ്സ് എക്സ്റ്റേണൽ ടു ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ് വിച്ച് എഫക്റ്റ് ദെയർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്ന, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ എഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ എക്സ്റ്റേണൽ തിങ്സ്, അതിൻ്റെ ഒരു ടോട്ടൽ തിങ്സിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ നേച്ചർ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 4 B പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. എൻവയോൺമെൻറ്റ് ഈസ് കോംപ്ലക്സ് ആണ്, എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക് ആണ്, എൻവയോൺമെൻറ്റ് ഈസ് മൾട്ടി ഫേസറ്റഡ് ആൻഡ് എൻവയോൺമെൻറ്റ് ഹാസ് എ ഫെയറിസ്റ്റിക് ഇമ്പാക്റ്റ്. തന്നെ ഇതിലെ എസ്സേ ക്വസ്റ്റ്യനാണ് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. 2 കൺസെപ്റ്റാണുള്ളത്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇൻറ്റേർണലിൽ കുറേ പോയിൻ്റ് വരുന്നുണ്ട്, 7 പോയിൻറ്റോളം വരുന്നുണ്ട്. എക്സ്റ്റേണലും പോയിൻറ്റ്സ് വരുന്നുണ്ട്. മൈക്രോ എൻവയോൺമെൻറ്റ് എക്സ്റ്റേണൽ വരുന്നതാണ് മൈക്രോ എൻവയോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മൈക്രോ എൻവയോൺമെൻറ്റ്. ആ മൈക്രോ എൻവയോൺമെൻറ്റിൽ തന്നെ നമുക്ക് കുറേ കമ്പോണൻസ് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറ്റ്സ് ആൻഡ് പബ്ലിക്. സോ ഇതൊരു 15 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, നാച്ചുറൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഗ്ലോബൽ ഓർ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ്. അതായത് ഈ സെക്കൻഡ് മൊഡ്യൂളിലെ എസ്സേ ക്വസ്റ്റ്യനാണ് കമ്പോണൻസ് ഓഫ് സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അതായത് ഈ പോർഷനിൽ ഈ ഒരു പോർഷൻ മാത്രം പഠിച്ചാൽ മതി. അത് പഠിച്ചിട്ടാണ്, അതായത് എല്ലാം പഠിക്കാൻ പറ്റാത്തവർക്ക് മാത്രമായിട്ടാണ് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന എല്ലാ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതിൽ നിന്ന് വരുന്ന 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കാരണം അതൊരു വലിയ പോർഷനാണ്, കാരണം അത് എസ്സേയിലേക്ക് ഉറപ്പായിട്ടും അത് ചോദിക്കുന്നതാണ്. സോ അത് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് 15 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അപ്രോച്ചസ് ടു എൻവയോൺമെൻറ്റൽ സ്കാനിങ്. 3 അപ്രോച്ചസ് ആണുള്ളത്. സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അഡ്ഹോക്ക് അപ്രോച്ച് ആൻഡ് പ്രോസസ്ഡ് ഫോം അപ്രോച്ച്. ഈ അഡ്ഹോക്ക് അപ്രോച്ച് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കുന്നതാണ്.
നെക്സ്റ്റ് ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക് ഫോർ എൻവയോൺമെൻറ്റൽ സ്കാനിങ്. ഇതിൽ 4 പറഞ്ഞിട്ടുണ്ട്. അതായത് ETOP, കോസ്റ്റ്, പെസ്റ്റ് അനാലിസിസ് ആൻഡ് സോട്ട് അനാലിസിസ്. ഇത് ഡിഫൈൻ ചെയ്യാൻ വരും. എന്താണ് ETOP, എന്താണ് കോസ്റ്റ്, എന്താണ് പെസ്റ്റ്, എന്താണ് സോട്ട്. ഓക്കെ, ETOPയുടെ ഫുൾ ഫോമാണ് എൻവയോൺമെൻറ്റൽ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രൊഫൈൽ. ദെൻ കോസ്റ്റ് മീൻസ് ക്വിക്ക് എൻവയോൺമെൻറ്റൽ സ്കാനിങ് ടെക്നിക്കാണ്. ദെൻ പെസ്റ്റ് അനാലിസിസ്, പെസ്റ്റ് മീൻസ് സ്റ്റാൻഡ് ഫോർ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ. ദെൻ സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SWOT സ്റ്റാൻഡ് ഫോർ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക, കാരണം ഇതൊരു SA മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ സോട്ട് അനാലിസിസിൻ്റെ സ്റ്റെപ്പ്, ലിമിറ്റേഷൻ ആൻഡ് അഡ്വാൻറ്റേജസ് പഠിച്ചു വെക്കുക. സെക്കൻഡ് പോർഷനിൽ നിന്ന് സോട്ട് അനാലിസിസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ മസ്റ്റാണ്. അത് ചിലപ്പം 2 മാർക്കിലോ 8 മാർക്കിലോ അല്ലെങ്കിൽ 15 മാർക്കിനോ ചോദിക്കാം. സോ മസ്റ്റായിട്ടും സോട്ട് അനാലിസിസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ബാക്കി 3 അനാലിസിസിനെ കുറിച്ച് അതിൻ്റെ എന്താണ് ഓരോ വേർഡും ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. നെക്സ്റ്റാണ് വാല്യൂ ചെയിൻ അനാലിസിസ്. വാല്യൂ ചെയിൻ അനാലിസിസ് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതപ്പം അതിൻ്റെ വാല്യൂ ചെയിനിൻ്റെ ആണെങ്കിൽ ഒരു കോളം പോലെയുള്ളൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം അവിടെ വരച്ചിട്ടുണ്ട്. ആ ഡയഗ്രാം വരച്ച് വെച്ചാൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടും. അതായത് പ്രൈമറി ആക്ടിവിറ്റീസ്, സപ്പോർട്ടീവ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡയഗ്രാമാണ് അതിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഈ വാല്യൂ ചെയിൻ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഡയഗ്രാം കൂടി വരച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് കിട്ടും. സോ അത് ഇമ്പോർട്ടൻ്റ് പോർഷനാണ്, ഒഴിവാക്കാണ്ടിരിക്കുക. നെക്സ്റ്റ് ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യനാണ് എന്താണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്, എന്താണ് എൻവയോൺമെൻറ്റ്, ദെൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്താണ്, ദെൻ ETOP, കോസ്റ്റ്, പെസ്റ്റ് ആൻഡ് സോട്ട്. ഇതൊക്കെ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വരും. ദെൻ SA ക്വസ്റ്റ്യനിലാണെങ്കിൽ കമ്പോണൻസ്, സിഗ്നിഫിക്കൻസ്, പ്രോസസ് ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻ്റ് അപ്രോച്ചസ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്കാനിങ് ആൻഡ് സ്റ്റെപ്പ് ഓഫ് സോട്ട് അനാലിസിസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പർപ്പസസ് ഓഫ് IFAS ആൻഡ് IFS. ഇത് മസ്റ്റായിട്ടും പഠിക്കുക. ദെൻ ലോങ് എസ്സേയിൽ വരുന്നതാണ് സോട്ട് അനാലിസിസ് മസ്റ്റാണ്. സോട്ട് അനാലിസിസ് ഞാൻ പോർഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏത് പാർട്ടിൽ വേണേലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ സോട്ട് അനാലിസിസിൻ്റെ ടെക്നിക്ക്, പിന്നെ എന്താണ് വാല്യൂ ചെയിൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വാല്യൂ ചെയിൻ എന്നത് പഠിക്കുക. നെക്സ്റ്റ് മൊഡ്യൂൾ 3 സ്ട്രാറ്റജി ഫോർമുലേഷൻ. എന്താണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ? അതായത് സ്ട്രാറ്റജി ഫോർമുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് അപ്രോപ്രിയേറ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഫോർ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദെർബൈ അക്കംപ്ലിഷിങ് ഓർഗനൈസേഷണൽ പർപ്പസസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ് സ്ട്രാറ്റജി ഫോർമുല. അപ്പം ഈ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ് സ്റ്റെപ്പ്? എസ്റ്റാബ്ലിഷിങ് ഒബ്ജക്റ്റീവ്സ്, അനാലിസിസ് ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ദെൻ ഫിക്സിങ് ക്വാണ്ടിറ്റേറ്റീവ് ടാർഗറ്റ് ആൻഡ് റിലേറ്റിംഗ് ടാർഗറ്റ് ടു ഡിവിഷണൽ പ്ലാൻസ് ആൻഡ് ഗ്യാപ്പ് അനാലിസിസ്. ഇതിൽ ഗ്യാപ്പ് അനാലിസിസ് എന്താണെന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ ടൈപ്സ് ഓഫ് കോർപ്പറേറ്റീവ് സ്ട്രാറ്റജീസ്. ഏതൊക്കെ തരത്തിലുള്ള കോർപ്പറേറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് കോളം തിരിച്ചിട്ടുള്ള ചോദിക്കുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്താണ്. അത് കോളം വരച്ച് തന്നെ പഠിക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതായത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ കഴിഞ്ഞ പോർഷനിൽ പഠിച്ച പോലെ തന്നെ 7P ആണ്. മറ്റേതിൽ നമ്മൾ 7S ആണ് പഠിച്ചത്, ഇതിൽ 7P. സോ ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. പ്രോഡക്റ്റ് മിക്സ്, പ്രൈസ് മിക്സ്, പ്ലേസ് മിക്സ്, പ്രൊമോഷൻ മിക്സ്, ദെൻ പീപ്പിൾ, ഫിസിക്കൽ എവിഡൻസ് ആൻഡ് പ്രോസസ്സ്. ഇതാണ് 7Ps. സോ അത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. സോ അത് പഠിച്ചു വെക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ഓരോ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ ഇരിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അത് ഈസി ആയിട്ട് കവർ ചെയ്യുക. പിന്നെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കവർ ചെയ്യുക, കാരണം അതാണ് പെട്ടെന്ന് മൈൻഡിൽ ചെയ്യുക. ഇപ്പോൾ SA ക്വസ്റ്റ്യനൊക്കെ ഒഴിവാക്കിയിട്ട് പോയിൻറ്റ്സ് ഉള്ളതും ഈ കോളം തിരിച്ചിട്ടുള്ളതും അങ്ങനെയുള്ളത് ഈ പഠിക്കാൻ എളുപ്പമുള്ളതൊക്കെ പെട്ടെന്ന് പഠിക്കുക. പിന്നെ എന്താണ് സ്ട്രാറ്റജിക് ചോയ്സ് എന്നുള്ളത് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ സ്റ്റെപ്സ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. സോ ഈ പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്
2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എന്താണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ, എന്താണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി, എന്താണ് ഗ്രാൻഡ് ആൻഡ് ജനറിക്, ഹാർവസ്റ്റ്, ലിക്വിഡേഷൻ, ഫോക്കസ്, കോസ്റ്റ്, പോസ്റ്റ് സ്ട്രാറ്റജി. ഇത്തരം ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എസ് എ ക്വസ്റ്റ്യനിൽ വേരിയസ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ്, വേരിയസ് ഫങ്ഷണൽ സ്ട്രാറ്റജീസ് ആൻഡ് ലിക്വിഡേഷൻ സ്ട്രാറ്റജി, ദെൻ സ്റ്റെപ്സ് ഓഫ് സ്ട്രാറ്റജി ആൻഡ് കണ്ടിൻജൻസി സ്ട്രാറ്റജി. ദെൻ ലോങ് എസ്സേയിൽ ചോദിക്കുന്നതാണ് സ്ട്രാറ്റജീനെ കുറിച്ച് തന്നെയാണ്. സ്ട്രാറ്റജി ഫോർമുലേഷനും സ്റ്റെബിലിറ്റി സ്ട്രാറ്റജീനെ കുറിച്ചും എന്താണ് സ്ട്രാറ്റജിക് ചോയ്സ് എന്നുള്ളതും. ദെൻ ഓക്കെ, ഇത്രയാണ് ഈ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എസ് എ പാർട്ടിൽ. ദെൻ മൊഡ്യൂൾ 4 സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇത്രയും നാളെ നമ്മൾ ഓരോ പോർഷൻസ് കവർ ചെയ്യുന്നതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഓരോ ഹെഡിങ് വരുന്നത് കേട്ടോ. അതിൻ്റെ മൊഡ്യൂൾ 4 ആണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ മേ ബി സെഡ് ടു ദ കൺസിസ്റ്റ് ഓഫ് സെക്യൂറിങ് റിസോഴ്സസ്, ഓർഗനൈസിങ് ദിസ് റിസോഴ്സസ് ആൻഡ് ഡയറക്റ്റിംഗ് ദ യൂസ് ഓഫ് ദിസ് റിസോഴ്സസ് വിത്തിൻ ദ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. അതായത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസോഴ്സസൊക്കെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ അതിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അത് പഠിക്കുക. ദെൻ സ്റ്റെപ്സ് ആൻഡ് സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യനാണ്, അത് പഠിക്കുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. കഴിഞ്ഞ ചാപ്റ്ററിലാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ നമ്മൾ പഠിച്ചത്. അത് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിനും സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിനും കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. കോളം തിരിച്ച് കൊടുത്തിട്ടുണ്ട്, അത് കോളം തിരിച്ച് തന്നെ പഠിക്കുക. ദെൻ മാച്ചിങ് സ്ട്രക്ചർ വിത്ത് സ്ട്രാറ്റജി, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്താണ് ബെനഫിറ്റ് ഗുഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ദെൻ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇത് എസ് എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 7 തരത്തിലുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് പറയുന്നത്. സിമ്പിൾ സ്ട്രക്ചർ, ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ, SBU സ്ട്രക്ചർ, മെട്രിക്സ് ആൻഡ് നെറ്റ്വർക്ക്, വിർച്വൽ സ്ട്രക്ചർ. ഇത് ഈ 7 തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ചോദിക്കാനുണ്ട്. എന്താണ് സിമ്പിൾ സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് മെട്രിക് സ്ട്രക്ചർ എന്ന്. സോ ഇത് എസ് എ ആയിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് എസ് എ പാർട്ടും കവർ ചെയ്യാം, എ പാർട്ടും കവർ ചെയ്യാം. നെക്സ്റ്റിൽ അക്വിസിഷൻ എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ റീസൺസ് എന്താണ്, റീസൺസ് ഓഫ് ഫെയിലിയർ ഫോർ മെർജർ ആൻഡ് അക്വിസിഷൻ. അതൊരു കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. റീസൺസ് ഫോർ ഫെയിലിയർ ഓഫ് മെർജർ ആൻഡ് അക്വിസിഷൻ, അത് പോയിൻ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. അത് എസ് എ പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ദെൻ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി. എന്താണ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഓരോ മോഡൽസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബോർഡ്സ് ആൻഡ് കൺസൾട്ടൻസി ഗ്രൂപ്പ് മോഡൽ, McKinsey പോർട്ട്ഫോളിയോ മോഡൽ, പ്രോഫിറ്റ് ഇമ്പാക്റ്റ് മാർക്കറ്റ് സ്ട്രാറ്റജി, ഹോഫേഴ്സ് പ്രോഡക്റ്റ് ഓർ ദ ഡി ലിറ്റിൽ കമ്പനി മെട്രിക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു 2 ലൈനെങ്കിലും പഠിച്ചു വെക്കുക. എസ് എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. എ പാർട്ടിൽ വരുന്നതാണ് എന്താണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, എന്താണ് BCG മെട്രിക്സ്, വാട്ട് ഈസ് ക്യാഷ് കൗ ആൻഡ് വാട്ട് ആർ സ്റ്റാർസ്, ദെൻ എക്സ്പ്ലെയിൻ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. ഇത് 2 മാർക്കിൽ ചോദിക്കാം. ദെൻ എസ് എ ക്വസ്റ്റ്യൻ ആണ് ടെക്നിക്സ് ഓഫ് പോർട്ട്ഫോളിയോ അനാലിസിസ് ആൻഡ് ടൈപ്സ് ഓഫ് വേരിയസ് അഡ്വാൻറ്റേജസ് റീസൺസ് ഓഫ് സ്ട്രാറ്റജി അക്വിസിഷൻ. ദെൻ പോർട്ട്ഫോളിയോ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക കേട്ടോ. ദെൻ ബെനിഫിറ്റ് ഓഫ് ഗുഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർപ്പറേറ്റീവ് കൾച്ചർ. ദെൻ എസ് എ പാർട്ടിൽ വരുന്നതാണ് എന്താ ആ മോഡലുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അത് മസ്റ്റായിട്ടും വരും. എന്താണ് BCG മോഡൽ, അല്ലെങ്കിൽ ആ മോഡലുകൾ മൊത്തത്തിൽ പഠിക്കുക. പിന്നെ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂളാണ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അതായത് നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേഷൻ കഴിഞ്ഞ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, നെക്സ്റ്റ് നമ്മൾ സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഇവാലുവേഷൻ ചെയ്യുക, അതിനെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക, അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ. ദെൻ ബെനിഫിറ്റ്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ദെൻ ഇതിൽ എസ് എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യനാണ് ബാരിയേഴ്സ് ഇൻ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഏതൊക്കെ ബാരിയേഴ്സ് ആണെന്നുള്ളത് അത് ഒരു 5 പോയിൻ്റാണ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. ദെൻ ഹൗ ടു ഓവർകം ദിസ് ബാരിയേഴ്സ്, അതും 8 മാർക്കിൻ്റെ പോർഷനിൽ വരുന്നതാണ്, എസ് എ ആയിട്ട് തന്നെ പഠിക്കുക. നെക്സ്റ്റ് ടെക്നിക് ഓഫ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഈ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ
ആൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ടെക്നിക്സ്? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ബെഞ്ച് മാർക്കിങ്. ഈ ബെഞ്ച് മാർക്കിങ് എന്താണ് 2 മാർക്കിൽ ചോദിക്കാം. ദെൻ ബാലൻസ്ഡ് സ്കോർ കാർഡ്, കീ ഫാക്ടർ റേറ്റിംഗ്, റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്, നെറ്റ്വർക്ക് ടെക്നിക്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അപ്പം എന്താണ് MBO എന്ന് ചോദിക്കും കേട്ടോ. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ദെൻ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാല്യൂ ചെയിൻ അനാലിസിസ്. ഇതിൽ വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണെന്നും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കും. പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ്, അതും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണ് ചോദിക്കുന്നത്. ദെൻ ബെഞ്ച് മാർക്കിംഗ് പഠിക്കുക. എന്താണ് ബെഞ്ച് മാർക്കിംഗ്? എ സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ് ഓർ അച്ചീവ്മെൻറ്റ് അഗൈൻസ്റ്റ് വിച്ച് അത് സിമിലർ തിങ്സ് മസ്റ്റ് ബി മെഷേർഡ് ഓർ ജഡ്ജ്ഡ്. ഇതിൽ ഏതെങ്കിലും ഈസി ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ പഠിച്ചാൽ മതിയാകും. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ബെഞ്ച് മാർക്കിംഗ് ഉണ്ട്, അതായത് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ് ഉണ്ട്, ഫങ്ഷണൽ ബെഞ്ച് മാർക്കിംഗ് ഉണ്ട്, പ്രോസസ് ബെഞ്ച് മാർക്കിംഗ്, കോമ്പറ്റീറ്റീവ് ബെഞ്ച് മാർക്കിംഗ്, പ്രോഡക്റ്റ് ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ബെഞ്ച് മാർക്കിംഗ്. ഇത് 8 മാർക്കിൻ്റെ പോർഷനിൽ വരുന്നതാണ്. ദെൻ എന്താണ് കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്? കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസിനെ CBA എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് CBA ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് എന്ന് പറയാം. ദെൻ ഗ്യാപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് ഗ്യാപ്പ് ഉണ്ട്. ഏതൊക്കെ ഗ്യാപ്പാണ്? 4 തരത്തിലുള്ള ഗ്യാപ്പാണ്. പെർഫോമൻസ് ഗ്യാപ്പ്, പ്രോഡക്റ്റ് ഗ്യാപ്പ്, പ്രോഫിറ്റ് ഗ്യാപ്പ് ആൻഡ് മാൻ പവർ ഗ്യാപ്പ്. ദെൻ സ്റ്റെപ്പ് ഇൻ ഗ്യാപ്പ് അനാലിസിസ്, അത് 8 മാർക്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ദെൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇൻ സ്മോൾ ബിസിനസ്. ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സ്മോൾ ബിസിനസ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ പോർഷന്. അതുകൊണ്ട് നേരിടുന്ന ഇഷ്യൂസ്, ഈ സ്മോൾ ബിസിനസ്സിൽ നേരിടുന്ന ഇഷ്യൂസ്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഇതിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. എ പാർട്ടിൽ വരുന്നത് എന്താണ് സ്ട്രാറ്റജിക് കൺട്രോൾ, ഓപ്പറേഷണൽ കൺട്രോൾ, എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, എന്താണ് ബെഞ്ച് മാർക്കിങ്, ഡിഫൈൻ സ്റ്റാൻഡേർഡ് ആൻഡ് ഗ്യാപ്പ് അനാലിസിസ്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. essay ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. ടെക്നിക്ക്, സ്ട്രാറ്റജീസ്, ദെൻ എന്താണ് ബെഞ്ച് മാർക്കിംഗ്, അതിൻ്റെ സ്റ്റെപ്സ്, ദെൻ എന്താണ് ഗ്യാപ്പ് അനാലിസിസിൻ്റെ സ്റ്റെപ്പ്, പിന്നെ എന്താണ് കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്. പറഞ്ഞ പോലെ CBA അതും പഠിക്കുക. നെക്സ്റ്റ് essay ക്വസ്റ്റ്യനിൽ വരുന്നതാണ് എങ്ങനെയാണ് സ്ട്രാറ്റജിക് എവാലുവേഷൻ കൺട്രോൾ ചെയ്യുന്നത്, ദെൻ പ്രോസസ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ, ദെൻ ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരുന്നു. അപ്പോൾ കാരണം ഈ ലാസ്റ്റ് പോർഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ essay വരുന്നതും ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്, പഠിച്ചിരിക്കുക. താങ്ക് യു.